വർഷം 2157 മെയ് 16. മനുഷ്യപ്രദേശത്തിന്റെ അവസാന ഇഞ്ച് ഭാഗവും രാക്ഷസവംശം കീഴടക്കിയിരുന്നു. മനുഷ്യലോകം പൂർണ്ണമായും തകർന്നു. തകർന്ന ഒരു നഗരത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ തകർന്ന ഒരു തൂണിൽ കുടുങ്ങി. അവന്റെ ശരീരം കഷ്ടിച്ച് ഒന്നിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. കടും ചുവപ്പ് രക്തം നെഞ്ചിലൂടെ ഒഴുകി തകർന്ന നിലത്തേക്ക് ഒലിച്ചിറങ്ങി. അവന്റെ പേര് സിസ്റ്റർ ചെൻ, ഒരു ട്രിപ്പിൾ മിന്നൽ കൊലയാളി. 7 വർഷങ്ങൾക്കു മുമ്പ് നിരവധി രാക്ഷസ രാജാക്കന്മാർ മുന്നറിയിപ്പില്ലാതെ ലോകത്തിലേക്ക് ഇറങ്ങിവന്നിരുന്നു. രാക്ഷസ രാജാവായ അനുവിന്റെ നേതൃത്വത്തിൽ രാക്ഷസവം അതിശക്തമായ ശക്തിയോടെ മനുഷ്യദേശങ്ങളിലൂടെ സഞ്ചരിച്ചു, സൈന്യങ്ങളെ തകർത്തു, മുഴുവൻ നഗരങ്ങളെയും ഇല്ലാതാക്കി. മരിക്കുന്ന മനുഷ്യനെ നോക്കി നീ ചിരിച്ചു. അപ്പോൾ ഇതാണ് നീ മനുഷ്യരാശിയുടെ അവസാന പ്രതീക്ഷ എന്ന് വിളിച്ചത്. നിന്റെ മുഴുവൻ വംശവും ദുർബലമായ മാലിന്യമല്ലാതെ മറ്റൊന്നുമല്ല. അവന്റെ നഖം അസ്വാഭാവികമായി വളഞ്ഞു, പിളർന്ന് വിചിത്രമായ ഒരു വായയായി രൂപാന്തരപ്പെട്ടു. ഇപ്പോൾ നിന്നിൽ അവശേഷിക്കുന്ന ഒരേയൊരു ലക്ഷ്യം നിറവേറ്റാനുള്ള സമയമായി, ശാന്തമായി പറഞ്ഞു. എന്റെ ഭക്ഷണമാകൂ, എന്റെ ശക്തിയാകൂ. ഡബിൾ ക്വോട്ട്. അവൻ കൈ ഉയർത്തി, ഒരു ഭയാനകമായ ശക്തി മുന്നോട്ടു കുതിച്ചു. സെക്ക് ചെന്നിന്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് ബലമായി കീറിമുറിച്ചു. സെൻ വേദന കൊണ്ട് അലറി. ഇല്ല, എന്റെ സഹോദരി, എന്റെ സഖാക്കൾ, എന്റെ യജമാനൻ, എന്റെ അടുത്തുള്ള ഓരോ വ്യക്തിയും. അവരുടെയെല്ലാം ജീവൻ നിങ്ങളുടെ മൃഗങ്ങൾ അപഹരിച്ചു. അവൻ പല്ലുകടിച്ചപ്പോൾ അവന്റെ മുഖത്ത് മിന്നൽ പിണർ പൊട്ടിത്തെറിച്ചു. അവരുടെ നിമിത്തം ഇത് ഞാൻ ചെയ്യുന്ന അവസാന കാര്യമാണെങ്കിൽ പോലും അവൻ മുരളുന്നു. ഞാൻ നിങ്ങളെ എന്നോടൊപ്പം നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കും. ആ നിമിഷം ചെൻ അവശേഷിപ്പിച്ചതെല്ലാം പുറത്തുവിട്ടു. അവന്റെ ശരീരത്തിലെ എല്ലാ മിന്നലുകളും ഉള്ളിലേക്ക് ചുരുങ്ങി, ഒരൊറ്റ ബിന്ദുവിലേക്ക് ചുരുങ്ങി. അവന്റെ വിലക്കപ്പെട്ട ആത്യന്തിക കഴിവ് സജീവമായി. ടെർമിനസ് ആർക്ക്. യുദ്ധക്കളത്തിലൂടെ അക്രമാസക്തമായ മിന്നൽപ്പിണർ പറന്നപ്പോൾ സെക്കിന്റെ ശരീരം വായുവിലേക്ക് ഉയർന്നു, അന്ധതയുണ്ടാക്കുന്ന സ്വർണ്ണതിളക്കത്തിൽ പൊതിഞ്ഞു. അസുരരാജാവും കൂട്ടാളികളും മരവിച്ചു. ഇത് എന്താണ്? ഞെട്ടലോടെ നിങ്ങളുടെ മേൽ അലറി. എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. അമിതമായ ശക്തിയിൽ ചെനിന്റെ ശരീരത്തിൽ വിള്ളലുകൾ പടർന്നു. വേദന അവനെ വിഴുങ്ങിയപ്പോൾ ഓർമ്മകൾ അവന്റെ മനസ്സിൽ നിറഞ്ഞു. അവന്റെ സഹോദരി, യജമാനൻ, അമ്മ, അച്ഛൻ. നമ്മൾ ഉടൻ തന്നെ പരസ്പരം കാണും. അവന്റെ ചുണ്ടുകളിൽ ഒരു കൈപ്പേറിയ പുഞ്ചിരി വിരിഞ്ഞു. എനിക്ക് വേണ്ടത്ര ശക്തിയില്ലായിരുന്നു എന്നത് ഒരു ദയനീയമാണ്. ഞാൻ കുറച്ചുകൂടി ശക്തനായിരുന്നെങ്കിൽ. മിന്നൽ പൊട്ടിത്തെറിച്ചു. നിന്നെ മുഴുവനായി വിഴുങ്ങി. കൊടുങ്കാറ്റ് അവന്റെ ശരീരം കീറിമുറിച്ച് മായ്ച്ചു. അവൻ അപ്രത്യക്ഷനായപ്പോഴും അവന്റെ ശബ്ദം വെറുപ്പോടെ പ്രതിധ്വനിച്ചു. നീ താഴ്ന്ന വംശം. നിനക്ക് കഴിയുമെന്ന് ചിന്തിക്കാൻ. നിശബ്ദത പിന്തുടർന്നു. ചെച്ചന്റെ മങ്ങിയ ബോധത്തിൽ ഖേദം നിറഞ്ഞു. എനിക്ക് തിരികെ പോകാൻ കഴിയുമായിരുന്നു. ഞാൻ ഭൂതപാളികളെ നേരത്തെ കണ്ടെത്തിയിരുന്നെങ്കിൽ. ആദ്യത്തെ ഭൂതരാജാവിനെ ഞാൻ തടഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ എനിക്ക് എല്ലാം ഇത്ര നേരത്തെ നഷ്ടപ്പെടുമായിരുന്നില്ല. വെളിച്ചം മങ്ങി, ഇരുട്ട് അവനെ പൂർണ്ണമായും വിഴുങ്ങി. പെട്ടെന്ന് രക്തരൂക്ഷിതമായ ചുവന്ന വെളിച്ചത്തിന്റെ ഒരു സ്പന്ദനം അടഞ്ഞു. സെൻ കണ്ണുകൾ തുറന്നു. അവൻ ഞെട്ടി എഴുന്നേറ്റു, ശക്തമായി ശ്വസിച്ചു. ഞാൻ മരിച്ചിട്ടില്ല. ചുറ്റും നോക്കുമ്പോൾ ആശയക്കുഴപ്പം അവനെ കീഴടക്കി. ഇത് എവിടെയാണ്? അവൻ ജനാലയിലേക്ക് ഓയിട്ടി മരവിച്ചു. അവന്റെ താഴെ ആളുകൾ ചിരിച്ചു, സംസാരിച്ചു, ജീവിതം ആസ്വദിച്ചു. കെട്ടിടങ്ങൾ കേടുകൂടാതെയും വൃത്തിയായും യുദ്ധം സ്പർശിച്ചിട്ടില്ലായിരുന്നു. ലോകം ഇതിനകം നശിപ്പിക്കപ്പെട്ടില്ലേ? ഈ ആളുകളെല്ലാം അവർ എവിടെ നിന്നാണ് വന്നത്? വളരെ സമയത്തിനു ശേഷം യാഥാർത്ഥ്യം ഒടുവിൽ ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. അവൻ കണ്ണാടിയിലേക്ക് തിരിഞ്ഞു. ഞാൻ 10 വർഷങ്ങൾ പിന്നിലേക്ക് തിരിച്ചു. എന്റെ യൂണിവേഴ്സിറ്റി ദിനങ്ങൾ. ആ നിമിഷം അവന്റെ അരികിലുള്ള സ്ഥലം വികലമായി. വായുവിലൂടെ ഒരു നേർത്ത വിള്ളൽ പടർന്ന ഒരു പൊങ്ങിക്കിടക്കുന്ന ഇന്റർഫേസായി മാറി. ആഹ്ലാദകരമായ വ്യവസ്ഥ. സംയോജനം പൂർത്തിയായി. ചെനിന്റെ വിദ്യാർത്ഥികൾ ചുരുങ്ങി. ഇത് യഥാർത്ഥമാണ്. എല്ലാം ആരംഭിക്കുന്നതിനു മുമ്പ് ഞാൻ ശരിക്കും തിരിച്ചെത്തി. ഇന്റർഫേസ് നിലവിലെ സമയം വ്യക്തമായി പ്രവചിച്ചു. തീയതി 2157 മെയ് 16. സമയം വൈകിട്ട് 4 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഞാൻ തിരിച്ചെത്തി, ചെൻ പിറുപിറുത്തു. 10 വർഷങ്ങൾക്കു മുമ്പ്.
ഈ നിമിഷം ഡെമോൺ കിങ്സ് ഇറങ്ങുന്നതിന് 3 വർഷം മുമ്പായിരുന്നു. 2160-ൽ ഡെമോൺ കിങ് ക്രോത്ത് ഇറങ്ങുന്നതിന് 3 വർഷം മുമ്പ്. നരകത്തിന്റെ കവാടം തുറന്നത് കോപമായിരുന്നു. അവൻ കാരണം മറ്റ് ഡെമോൺ രാജാക്കന്മാർ പിന്തുടർന്ന് മനുഷ്യലോകത്തെ ഒന്നിനുപുറകെ ഒന്നായി ആക്രമിച്ചു. ആ നിമിഷം പൂർണ്ണ നാശത്തിന്റെ തുടക്കം കുറിച്ചു. ചെൻ എല്ലാം നഷ്ടപ്പെട്ടതിന്റെ കാരണം. എന്നാൽ ഇപ്പോൾ മുഷ്ടി ചുരുട്ടി ഞാൻ തിരിച്ചെത്തി എന്ന് അവൻ കരുതി. ആദ്യം പ്രത്യക്ഷപ്പെട്ട ഡെമോൺ രാജാവായ ക്രോത്തിനെ ഞാൻ പരാജയപ്പെടുത്തിയാൽ എല്ലിന്റെ കവാടം ഒരിക്കലും തുറക്കുന്നത് തടയാൻ എനിക്ക് കഴിയും. കോപം വീണാൽ ചെയിൻ റിയാക്ഷൻ ഒരിക്കലും ആരംഭിക്കുന്നില്ല. ഭാവി ഇതുവരെ മുദ്രയിട്ടിട്ടില്ല. എല്ലാം മാറ്റാൻ ഇനിയും സമയമുണ്ട്. അവന്റെ നോട്ടം ഇന്റർഫേസിലേക്ക് തിരിച്ചു. ഞാൻ ഉണർന്നതുമുതൽ ഈ ആഹ്ലാദകരമായ സംവിധാനം എന്റെ മുന്നിൽ പൊങ്ങിക്കിടക്കുകയാണ്. സ്ക്രീൻ മാറി. ഒരു സ്റ്റാറ്റസ് പാനൽ പ്രത്യക്ഷപ്പെട്ടു. പേര് സീച്ചൻ. റാങ്ക് എസ്എസിനെ 3 ഇരട്ടിയാക്കുന്നു. ലെവൽ 1. ശക്തി 100, സ്റ്റാമിന 100. മൂലക ശക്തി 100, വേഗത 100, ഭാഗ്യം 100, ആത്മാവ് 100. ഇവയാണ് എന്റെ അടിസ്ഥാന ഗുണങ്ങൾ. ഇതുപോലൊന്ന് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. മുൻ ജീവിതത്തിൽ അവൻ പൂർണ്ണമായും ഉണർന്നിരിക്കുന്ന ശക്തികളെ ആശ്രയിച്ചിരുന്നു. 10,000 പേരിൽ ഒരാൾക്ക് മാത്രമേ ഉണർത്താൻ കഴിയൂ. നക്ഷത്ര മാന്ത്രികൻ, ന്യൂക്ലിയർ യോദ്ധാവ്, മേഘമന്ത്രവാദി, പുഷ്പമന്ത്രവാദി, മിന്നൽ കൊലയാളി, മിന്നൽ മന്ത്രവാദി, നക്ഷത്ര വില്ലാളി എല്ലാം ഉണർന്നിരിക്കുന്ന ക്ലാസുകൾ. അദ്ദേഹം പഠിച്ച സർവകലാശാല സാധ്യതയുള്ള ഉണർവുകളെ വളർത്തുന്നതിൽ വൈദഗ്ധ്യം നേടി, നാഷണൽ അവേക്കണിംഗ് യൂണിവേഴ്സിറ്റി. എന്നിരുന്നാലും മുൻ ജീവിതത്തിൽ അവിടെ തന്റെ മുഴുവൻ സമയത്തും ഉണർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 4 വർഷം. ഏറ്റവും താഴെ 4 വർഷം. ആർക്കും അവനെ നടന്നു ചവിട്ടാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ആശുപത്രിയിൽ ഉണർന്നത്. ആ ചിന്ത സ്ഥിരമാകുമ്പോൾ മറ്റൊരു സ്ക്രീൻ പ്രത്യക്ഷപ്പെട്ടു. ഒരു ക്ലാസ് പ്രൊജക്ഷൻ സജീവമാക്കി. മിന്നൽ കൊലയാളി. മിന്നൽ ഊർജം ശരീരത്തിലേക്ക് പകരുന്നു, ചലനവേഗത 10 ഇരട്ടി വർദ്ധിപ്പിക്കുന്നു. മിന്നൽ ബ്ലേഡ് മിന്നലിനെ ഒരു ആയുധമാക്കി ഘനീഭവിപ്പിക്കുന്നു. നിർണായക ബോണസ് വൈറ്റൽ സ്ട്രൈക്കുകൾ പക്ഷാഘാതം പ്രയോഗിക്കുന്നു. ആട്രിബ്യൂട്ട് റേറ്റിംഗുകൾ പിന്തുടർന്നു. ശക്തി 2 നക്ഷത്രങ്ങൾ. സ്റ്റാമിന 1 നക്ഷത്രം. മൂലക ശക്തി 1 നക്ഷത്രം. വേഗത 3 നക്ഷത്രങ്ങൾ. ഭാഗ്യം 1 നക്ഷത്രം. ആത്മാവ് 1 നക്ഷത്രം. ഒരു മിന്നൽ തരം കൊലയാളി. ചാൻ പിറുപിറുത്തു. ഇത് എന്റെ മുൻ ജന്മത്തിലെ എന്റെ ക്ലാസ്സല്ലേ? അവന്റെ ശരീരത്തിലൂടെ പരിചിതമായ ഒരു ശക്തിയുടെ കുതിപ്പൊഴുകി. എന്റെ മുൻ ജന്മശക്തി എന്നോടൊപ്പം തിരിച്ചെത്തിയോ? ഞാൻ നേരത്തെ ഉണർന്നോ? അവന്റെ കണ്ണുകൾ മൂർച്ച കൂട്ടി. നമുക്കത് പരീക്ഷിക്കാം. അവൻ കണ്ണുകൾ അടച്ചു. ലോഡ് ചെയ്യുന്നു. ക്ലാസ് മാറുന്നു. മിന്നൽ അവന്റെ ശരീരത്തിലൂടെ ഹ്രസ്വമായി ഇരച്ചുകയറി, പിന്നീട് നിശ്ചലമായി. പെട്ടെന്ന് വാതിൽ പൊട്ടിത്തെറിച്ചു. ചെൻ, നീ ഉണർന്നിരിക്കുന്നു. കണ്ണടച്ച ഒരു ആൺകുട്ടി അകത്തേക്ക് ഓയിട്ടി. അത് മാ ലോങ് ആയിരുന്നു, അവന്റെ റൂംമേറ്റ്, ഒരു ഇറാങ്കു പുഷ്പാഞ്ജലിക്കാരൻ. മാ ലോങ് ഉത്കണ്ഠയോടെ അവന്റെ തോളിൽ പിടിച്ചു. നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങളുടെ ശരീരം പൂർണ്ണമായും സുഖമായി കാണപ്പെടുന്നു. സെൻ ഇന്റർഫേസിലേക്ക് നോക്കി ശാന്തമായി ഉത്തരം പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് മറ്റാർക്കും ഈ സംവിധാനം കാണാൻ കഴിയില്ല. മാ ലോങ് അവനെ സൂക്ഷ്മമായി പരിശോധിച്ചു. നിങ്ങളുടെ പരിക്കുകൾ പോയി. ഇന്നലെയാണ് നിങ്ങൾക്ക് ക്രൂരമായ ഒരു മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരു ഉണർവു നൽകുന്നയാളേക്കാൾ വേഗത്തിൽ നിങ്ങൾ സുഖം പ്രാപിക്കുകയാണോ? എന്നെപ്പോലെയല്ല. അവൻ അസ്വസ്ഥനായി ചിരിച്ചു, പിന്നെ നിർത്തി. നിങ്ങൾ ശക്തനായതായി എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട്? എന്റെ ഭാവനയായിരിക്കണം. സെൻ ഒന്നും പറഞ്ഞില്ല. മുൻ ജന്മത്തിൽ മാവോന്ന് ഉണർന്നു, പക്ഷേ താഴെ തട്ടിൽ തന്നെ തുടർന്നു. ഡെമോൺ കിങ്സിന്റെ 3-ാം ദിവസം അദ്ദേഹം കൊല്ലപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ഈ നിമിഷത്തിലാണ് അത് യഥാർത്ഥത്തിൽ അനുഭവപ്പെട്ടത്. ഞാൻ ശരിക്കും തിരിച്ചെത്തി. മാവോന്ന് പെട്ടെന്ന് അവനെ ചുറ്റിപ്പിടിച്ചു. ഓ ശരി, നാളെ റാങ്ക് പരീക്ഷയാണ്. നിങ്ങൾ സുഖമായതിനാൽ നമുക്ക് തയ്യാറെടുക്കാം. അദ്ദേഹം സി ചെന്നിനെ വാതിലിനു പുറത്തേക്ക് തള്ളി. വരൂ, നീങ്ങുക. നിങ്ങൾ ഇതുവരെ ഉണർന്നിട്ടില്ലെങ്കിലും ഈ വിലയിരുത്തൽ ഇപ്പോഴും പ്രധാനമാണ്.
പുറത്ത് ക്യാമ്പസ് സജീവമായിരുന്നു. വിദ്യാർത്ഥികൾ OIT കളികൾ കളിച്ചു, സ്വതന്ത്രമായി ചിരിച്ചു. സിസ്റ്റർ ചെൻ തന്റെ ചുവടുകൾ മന്ദഗതിയിലാക്കി. ഞാൻ ഇത്രയും ജീവനുള്ള ആളുകളെ കണ്ടിട്ട് വളരെ കാലമായി എന്ന് അദ്ദേഹം കരുതി. മാലോങ് ആശയക്കുഴപ്പത്തോടെ അവനെ നോക്കി. എന്തൊരു ഭയാനകമായ കാര്യമാണ് നീ പറയുന്നത്? അയാൾ പരിഭ്രാന്തിയോടെ ചോദിച്ചു. അയാൾ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് കൈവീശി. മറന്നേക്ക്, നമുക്ക് കളിസ്ഥലത്ത് ചുറ്റിനടക്കാം. ഡബിൾ ക്വോട്ട്. അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ സുചന്റെ മുഖഭാവം ക്രമേണ കഠിനമായി. ഒരിക്കൽ എനിക്ക് എല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ അതേ നിരാശാജനകമായ ഭാവി വീണ്ടും വരും. ഓരോ നിമിഷവും പ്രധാനമാണ്. ഞാൻ ഉടനടി പ്രവർത്തിക്കണം. കഴിയുന്നത്ര വേഗത്തിൽ എന്റെ ലെവൽ വർദ്ധിപ്പിക്കണം. ഈ കാലഘട്ടത്തിൽ ഒരു ഉണർവിനെ ലെവൽ ഉയർത്താൻ ഒരേയൊരു മാർഗമേയുള്ളൂ. ഡെമോൺ ലെയറുകളിലെ രാക്ഷസന്മാരെ കൊല്ലുന്നതിലൂടെ. എന്നാൽ മിക്കവാറും എല്ലാ ഡെമോൺ ലെയറുകളും പ്രധാന ഗിൽഡുകളുടെ കുത്തകയാണ്. പുറത്തുള്ളവർക്ക് പ്രവേശിക്കാൻ ഏതാണ്ട് 0 അവസരമേയുള്ളൂ. അനുഭവം നേടുക എന്നതിൽ കാര്യമില്ല. ഇവ എന്റെ നിലവിലെ സ്ഥിതിവിവരക്കണക്കുകളാണെങ്കിൽ മറ്റ് ഉണർവുകാരുമായും രാക്ഷസന്മാരുമായും ഞാൻ എത്രത്തോളം ശക്തനാണ്? അദ്ദേഹം തന്റെ ഗുണവിശേഷങ്ങൾ അവലോകനം ചെയ്തപ്പോൾ ശക്തി നിലകളെ വേർതിരിച്ചറിയാൻ മറ്റൊരു ചിന്ത ഉയർന്നുവന്നു. ഉണർവുകാരെയും രാക്ഷസന്മാരെയും സർക്കാർ റാങ്കുകളായി തരംതിരിച്ചു. ഉയർന്നതു മുതൽ താഴ്ന്നതുവരെ റാങ്കുകൾ S, A, B, C, D, E എന്നിവയാണ്. സർവകലാശാലയിലെ മിക്ക വിദ്യാർത്ഥികളും ഈ റാങ്കിൽ കുടുങ്ങിയിരിക്കുന്നു. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചുരുക്കം ചില പ്രതിഭകൾക്കോ ശക്തമായ ഗിൽഡ് പിന്തുണയുള്ളവർക്കോ മാത്രമേ D റാങ്കിലെത്താൻ കഴിയൂ. സുചന് തന്റെ ശക്തി ഏകദേശം കണക്കാക്കാൻ കഴിയും. എന്നിട്ടും ഞാൻ ഇപ്പോൾ പരീക്ഷ എഴുതിയാൽ ഞാൻ ഏത് റാങ്കിലായിരിക്കും? അവന്റെ നോട്ടം അവന്റെ അരികിൽ നടക്കുന്ന ആൺകുട്ടിയിലേക്ക് മാറി. ഞാൻ തീർച്ചയായും. അയാൾ സിചൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാതെ അപ്പോഴും അശ്രദ്ധമായി സംസാരിച്ചുകൊണ്ടിരുന്ന മാലോങ്ങിനെ അയാൾ നോക്കി. ആ നിമിഷം പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ബാസ്കറ്റ്ബോൾ പറന്നുവന്ന് മാവോങ്ങിന്റെ മുഖത്തേക്ക് നേരെ ഇടിച്ചു. അവന്റെ കണ്ണട നിലത്ത് ഇടിച്ചപ്പോൾ തകർന്നു. കുത്ത്. സ്റ്റാൻഡുകളിൽ നിന്ന് ചിരി ഉയർന്നു. ഓ, അത് സീനും മാലോങ്ങും അല്ലേ? ചോദ്യചിഹ്നം ഡബിൾ ക്വോട്ട്. ഒരു കൊള്ളക്കാരൻ പരിഹസിച്ചു. നിങ്ങൾ രണ്ടുപേരും വളരെ വേഗത്തിൽ സുഖം പ്രാപിച്ചു. മാലോങ് ഭയന്ന് മരവിച്ചു. നിർഭാഗ്യം. ഞങ്ങൾ അവരുടെ അടുത്തേക്ക് OIT. സിയാൻ പതുക്കെ തലയുയർത്തി നേരെ നോക്കി.